ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് പൊരിയാണ്. അതിനു വേണ്ടിയിട്ട് മൈദയും പഞ്ചസാരയും കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് അപ്പക്കാരം, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു പരുവത്തിൽ മിക്സ് ആക്കിയേക്കണം. ഇത് നമുക്ക് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് പൊരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഒരു വശമായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് പൊരി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.